إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വധൂവരന്മാരാണ്. സമദും ഹസാൻ ഏറ്റവും കൂടുതൽ അവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. പിന്നീട് അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. പിന്നെ അവരുടെ കുടുംബക്കാർ, പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും. ഈ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മൾ പറയാറുണ്ട് നിക്കാഹോട് കൂടി 3-1 പൂർത്തിയാകുന്നു എന്ന്. അതങ്ങനെ കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ. 3-1 പൂർത്തിയാവുക. എന്താണ് 3-1 പൂർത്തിയാവുക? ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങൾ 3 എണ്ണമാണ്. 1 ഇസ്ലാം, 2 ഇഹ്സാൻ, 3 ഈമാൻ. അപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇബാദത്തുകളായിട്ടുള്ള നോമ്പ്, നമസ്കാരം പോലുള്ള കാര്യങ്ങളാണ് വരിക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കളുള്ള ബാധ്യത അടക്കം നമ്മുടെ മുആമലാത്തുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം. പക്ഷെ ഒരാളുടെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ അയാൾ വിവാഹിതനാകണം. വിവാഹത്തോട് കൂടിയാണ് അയാൾ ഈമാനിനെ പൂർത്തിയാക്കുന്നത്. അയാളുടെ കണ്ണിനെ, അയാളുടെ എല്ലാ വൈകാരിക തലങ്ങളെയും പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കണമെങ്കിൽ അദ്ദേഹം വിവാഹിതനാകും. ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കാം. അവിടെ അച്ഛന്മാരുണ്ട്, അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ. അങ്ങനെ ഇസ്ലാമിലില്ല, സന്യാസമില്ല. എല്ലാവരും വിവാഹിതരാവണം, കുടുംബജീവിതം നയിക്കണം. ഇവിടെ സമദിനെ സംബന്ധിച്ചിടത്തോളം സമദ് ഇന്നലെ ഒറ്റക്കായിരുന്നെങ്കിൽ ഇന്ന് ഒറ്റക്കല്ല. അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾ, സമദിന്റെ ഉപ്പ ഹിസാനയുടെ ഉപ്പ ഇനി സമദും ഉപ്പ എന്നാണ് വിളിക്കുന്നത്. ഹിസാനയുടെ ഉമ്മയെ സമദും ഉമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഒരു പവിത്രമായ ഒരു ബന്ധത്തിന്റെ തുടക്കമാണ്. ഇത് മരിക്കുന്നത് വരെ ഇവിടെ വിവാഹിതരായിട്ടുള്ളവരുണ്ട്, മക്കളുള്ളവരുണ്ട്, മരണം വരെ തുടരേണ്ട വല്ലാത്തൊരു വൈകാരികമായ ബന്ധമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മവദ്ദത്തും വറഹ്മ. മവദ്ദത്ത്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ ഷെയ്ഖ് ഇവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അതന്നെ, ബാറക്കല്ലാഹ് ബാറക്കല്ലാഹ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷെ ആ ഷെയ്ഖ് പ്രാർത്ഥിക്കുമ്പോൾ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബർക്കത്ത് അറിയാം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. പക്ഷെ മവദ്ദത്ത് അത് ഒരു തരം പ്രേമത്തിന്റെ